വിപണിയിൽ മധുരം നിറച്ച വ്യത്യസ്തമായ ഈന്തപ്പഴങ്ങൾ. വ്രതനാളുകളിൽ വിശ്വാസികൾക്ക് ഊർജവും പോഷണവും ഉന്മേഷവും നൽകുന്നതാണ് ഈന്തപ്പഴം എന്നാണ് വിശ്വാസം. റമദാൻ കാലം ഈന്തപ്പഴ വിപണികൾക്ക് പുത്തൻ ഉണർവ് കൂടിയാണ്. റംദാൻ വ്രതാനുഷ്ഠാനം തുടങ്ങിയതോടെ നാടെങ്ങും ഈന്തപ്പഴ വിപണിയും സജീവമായി. നോമ്പും ഈന്തപ്പഴവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇസ്ലാമിക ശാസ്ത്രപ്രകാരം നോമ്പു തുറക്കാൻ ഏറ്റവും ഉത്തമം ഈന്തപ്പഴമാണ്. അതാണ് റംദാനിൽ അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതും. നീണ്ട ഉപവാസം കാരണം ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രമപ്പെടുത്താൻ ഈന്തപ്പഴം സഹായിക്കും. കൂടാതെ ധാതുക്കളുടെയും അമിനോ ആസിഡുകളുടെയും ആന്റി ഓക്സിഡന്റുകളുടെയും കലവറ കൂടിയായതിനാൽ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനുമാകും. വലിപ്പത്തിലും നിറത്തിലും രുചിയിലും ഗുണത്തിലുമുള്ള വ്യത്യാസമനുസരിച്ച് വിലയിലും ഈന്തപ്പഴങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈന്തപ്പഴത്തിന് ഇത്തവണ വിലയിൽ വർധനവുണ്ട്. റംസാൻ സമയത്ത് ഈന്തപ്പഴങ്ങൾക്ക് കിലോയ്ക്ക് 100 രൂപ വരെ വർധനവ് ഉണ്ടാവാറുണ്ടെന്നും ഒരാഴ്ചയ്ക്കകം കൂടുതൽ ഈന്തപ്പഴം വിപണിയിലേക്ക് എത്തുമെന്നുമാണ് കച്ചവടക്കാർ പറയുന്നത്. ഇപ്പോൾ സൗദി ഐറ്റംസ് വരുന്നുണ്ട്, ഇറാൻ ഉണ്ട്, അൾജീരിയ ഉണ്ട്, പിന്നെ ഷുക്കിരി ഉണ്ട്, ബറാറി ഐറ്റംസ് ഉണ്ട്, ഇറാഖിൻ്റെ ഐറ്റംസുകളുണ്ട്. അങ്ങനെ 2-3 ഐറ്റം. അപ്പോൾ ഓരോ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത്. സെയിൽ ഡേറ്റ്സിനുണ്ട്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് 150 ആണ് ഏറ്റവും കുറഞ്ഞത്. പിന്നെ 200, 250, 260. ഏറ്റവും ടോപ്പായിട്ട് വരുന്നത് മജ്ദൂൾ സൗദിയൊക്കെ വരുന്നത് 1200, 1300 റേഞ്ച് വരുന്നുണ്ട്. 400ഓളം വ്യത്യസ്ത ഈന്തപ്പഴങ്ങളിൽ 20ഓളം ഇനങ്ങളാണ് സുലഭമായി ലഭിക്കുന്നത്. മൊത്ത വിൽപ്പനക്കാർക്കും ചില്ലറ വിപണിയിലും സാധാരണയേക്കാൾ 4 ഇരട്ടിയോളം ഈന്തപ്പഴം വിറ്റഴിയുന്ന സമയമാണ് നോമ്പുകാലം. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.